നമസ്കാരം. തീർച്ചയായിട്ടും ഈ നെഹ്റു കുടുംബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗണ്ഡി കുടുംബം എന്ന് പറയുന്നത് വലിയ നുണകളുടെ മേൽ മാത്രം നിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അവരെ ഈ പൂവിട്ട് പൂജിക്കുന്ന രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഇവർക്ക് കള്ളം മാത്രം പറയാനേ അറിയൂ. ഇവരൊക്കെ ആരാണ്? ഇവരുടെ ചരിത്രം എന്താണ്? ഇവരുടെ യഥാർത്ഥ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ചാണകത്തിൽ മുക്കി ചൂലുകൊണ്ട് നാട്ടുകാർ അടിച്ചോടിക്കും എന്നുള്ള യാഥാർത്ഥ്യമെങ്കിലും ഇവർ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം മണിശങ്കർ അയ്യർ, അതായത് ഈ രാജീവ് ഗാന്ധി കുടുംബത്തിന്റെ, ഈ നെഹ്റു കുടുംബത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. തീവ്രവാദികളുമായിട്ടൊക്കെയാണ് ഡയറക്റ്റ് ബന്ധം. തീവ്രവാദികളുടെ കൂടെയൊക്കെ പോയി കശ്മീരിലൊക്കെ പോയി വാതിൽ മുട്ടുകയും ഒക്കെ ചെയ്ത ആളാണ് മണിശങ്കർ അയ്യർ. തികഞ്ഞ ദേശദ്രോഹിയും ദേശവിരുദ്ധനും അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന ഒരു യാതൊരു നിലവാരവുമില്ലാത്ത ഒരു കിളവനാണ് ഈ മണിശങ്കർ അയ്യർ. അയാൾ തന്നെ പറയുന്നു, രാജീവ് ഗാന്ധി കേംബ്രിഡ്ജിൽ തോറ്റു, ഇമ്പീരിയൽ കോളേജിൽ തോറ്റു. രാജീവ് ഗാന്ധി കേംബ്രിഡ്ജിൽ പരാജയപ്പെട്ടിരുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പരാജയപ്പെടുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ബുദ്ധിയും വിവരമുള്ള ആളുകളാണ് അവിടെ വരുന്നത് കൂടുതൽ. അപ്പോൾ അവിടെ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രയാസമാണ്. അതുപോലെ ലണ്ടനിലെ ഇമ്പീരിയൽ കോളേജിലും പരാജയപ്പെട്ടു. അപ്പം ലണ്ടനിലെ ഇമ്പീരിയൽ കോളേജിലും ഈ കേംബ്രിഡ്ജിലും ഒക്കെ പരാജയപ്പെടുമ്പോൾ ഇവർ അത്രമാത്രം വിവരമില്ലാത്തവരാണ്, നിലവാരമില്ലാത്തവരാണ് എന്ന കാര്യമാണ് മണിശങ്കർ അയ്യർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് വലിയ മേന്മ നേടണം എന്നൊന്നുമില്ല ഒരു രാജ്യം ഭരിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട്. കാരണം അപ്പനപ്പൂപ്പന്മാരായിട്ട് രാജ്യം ഭരിച്ചു വരികയാണ്. നെഹ്റു തുടങ്ങിക്കൊടുത്ത ആ ഒരു ഡൈനാസ്റ്റി ഇങ്ങനെ തുടരുകയാണ്. ഇപ്പൊ പ്രധാനമന്ത്രിയാകും, നാളെ പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയും ഇരിപ്പുണ്ട്. അപ്പം വിദ്യാഭ്യാസം കൊണ്ട് ഫസ്റ്റ് റാങ്ക് മേടിക്കണം എന്നൊന്നുമില്ല ഒരു രാജ്യം ഭരിക്കാനായിട്ട്. മോദി ഫസ്റ്റ് റാങ്ക് മേടിച്ചും അല്ലെങ്കിൽ വലിയ വലിയ ബിരുദങ്ങൾ നേടിയും ഒന്നുമല്ലല്ലോ രാജ്യം ഭരിക്കുന്നത്. അതിന് ജനസേവനത്തിനുള്ള മനസ്സ് വേണം. ഇതിവർക്ക് ആർക്കുമില്ലായിരുന്നു. ഈ കുടുംബത്തിലെ ആർക്കുമില്ലായിരുന്നു. ഇന്ദിരാ പ്രിയദർശിനി എന്ന അല്ലെങ്കിൽ ഇന്ദിര ഫിറോസ് ഗണ്ഡി എന്ന് പറയുന്ന വ്യക്തി മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട ഒരുത്തനും യാതൊരു തരത്തിലുള്ള രാജ്യസ്നേഹവുമില്ല. രാജ്യത്തെ എങ്ങനെ തകർക്കണം, അല്ലെങ്കിൽ സ്വന്തം നേട്ടങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം, സ്വന്തം കുടുംബ ആധിപത്യം എങ്ങനെ ഉറപ്പിക്കണം എന്നുള്ള തോന്നലായിരുന്നു. അതിനിടയ്ക്ക് തോറ്റുപോയതായിരിക്കും രാജീവ് ഗാന്ധി. പഠിക്കാൻ നേരം കിട്ടിക്കാണില്ല. അമ്മ പറഞ്ഞു കാണും, ഓടി വരണം, ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കണം, അതുകൊണ്ട് നീ പഠിക്കൊന്നും വേണ്ട. പിന്നെ ഈ അന്റോണിയോ മൈനോ എന്ന സോണിയാഗാന്ധിയുടെ കാര്യം, അവർ ഒരു ബാറിൽ ജീവനക്കാരി ആയിരുന്നു എന്ന് പറയുന്നു. ഇതൊന്ന് പറയപ്പെടുന്നേ ഉള്ളൂ കേട്ടോ, നമ്മളാരും കണ്ടിട്ടൊന്നുമില്ല. എന്നിട്ട് ഇവർ ഓക്സ്ഫോർഡിൽ പഠിച്ചു, അവിടെ പോയി ഇതുപോലെ തന്നെ ട്രിനിറ്റി കോളേജിൽ പഠിച്ചു, അവിടെ പഠിച്ചു, ഇവിടെ പഠിച്ചു എന്നൊക്കെ പറയുന്നു. എന്ത് പഠിച്ചു എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇവരുടെ ഈ കുടുംബാധിപത്യവും മറ്റു കാര്യങ്ങളുമൊക്കെ വിദ്യാഭ്യാസവുമായി നമ്മൾ ബന്ധപ്പെടുത്തുകയല്ല. പക്ഷെ മണിശങ്കർ അയ്യരെ പോലെ ഒരുത്തൻ പറഞ്ഞതുകൊണ്ട്, കാരണം ഇവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ഇവരുടെ കുടുംബത്തിന്റെ അടുക്കളക്കാരനും നെടുന്തൂണും ഒക്കെ ആയിരുന്നു, അവിടുത്തെ അടിച്ചുവാരുകാരനും ഒക്കെ ആയിരുന്നു മണിശങ്കർ അയ്യർ. ഈ മണിശങ്കർ അയ്യരെ പോലെ ഒരു രാജ്യദ്രോഹി രാജീവ് ഗാന്ധിയെ പരിഹസിച്ച് പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ചിരിയാണ് വന്നത്. നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് കാണും. എന്തായാലും കോൺഗ്രസിന്റെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അന്നും അവസ്ഥ മോശമായിരുന്നു, ഇന്നും അവസ്ഥ മോശമായിരുന്നു. പക്ഷെ അന്ന് കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇന്ന് സമൂഹ മാധ്യമം ഇത്രയും ശക്തമായ സ്ഥിതിക്ക് കാര്യങ്ങൾ അറിയുന്നു. തോറ്റുപോയി, സാരമില്ല, തോറ്റാലും പ്രശ്നമൊന്നുമില്ല. നമ്മളൊക്കെ എല്ലാ പരീക്ഷയും ജയിച്ചൊന്നുമല്ല മുമ്പോട്ട് വരുന്നത്. നമ്മളും പലപ്പോഴും തോറ്റിട്ടൊക്കെയുണ്ട്. തോൽക്കുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. ബി.ജെ.പിയുടെ കാര്യം പറഞ്ഞതുപോലെ തോറ്റാണ് തുടങ്ങിയത്, എന്നിട്ട് ഒടുവിൽ ജയിച്ച് രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലെത്തിയില്ലേ. അപ്പം മണിശങ്കർ അയ്യർ അത് പറഞ്ഞതുകൊണ്ട് അതിനകത്തൊരു കൗതുകകരമായ ഒരു കാര്യമുള്ളത് കൊണ്ട് അത് പ്രേക്ഷകരോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രേക്ഷകർ കണ്ടു കാണും ഈ വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ മണിശങ്കർ അയ്യർ പറയുന്നതൊക്കെ തന്നെ. അപ്പൊ കോൺഗ്രസിന്റെ സ്ഥിതി അന്നും ഇന്നും ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്. പരാജയവും തോൽവിയും ഒക്കെ തന്നെയാണ് അവരുടെ മുഖമുദ്ര എന്നത്. അത് പേഴ്സണലായാലും അല്ലെങ്കിലായാലും ഒക്കെ തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര .com, അയൺ ബിൽഡ് ഗുജറാത്ത്.